ഹായ് ഫ്രണ്ട്സ്, അനിയൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഓരോന്നായി കാണിക്കുക. നമ്മളിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്ന കടുകാണ് കേട്ടോ. കടുക് നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഇടികല്ലിലേക്ക് ഇട്ടുന്ന ഇടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇടികല്ലിലോ അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലോ എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ച് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ മിക്സിലിടാൻ മാത്രമൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ നമ്മളെപ്പോഴും ആവശ്യത്തിനായിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കടുക് വറുക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ, ചുമ്മാ പൊടിച്ചെടുക്കണം കേട്ടോ പച്ചയ്ക്ക് തന്നെ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു ശല്യമായിരിക്കും പല്ലികൾ. ഭയങ്കരമായ പല്ലി ശല്യമായിരിക്കും അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലികളെ കൊല്ലാനും തുരത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കടുക് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോരി മാറ്റി വയ്ക്കണം. കാരണം നമുക്ക് ആവശ്യത്തിന് ടിപ്സുകൾക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ, മൊത്തത്തിൽ വേണ്ട. അപ്പോൾ കുറച്ച് മാത്രം മതി കേട്ടോ. കടുക് ഭയങ്കര സൂപ്പറാണ്, റിസൾട്ട് ഭയങ്കരമായിരിക്കും കേട്ടോ. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ടിപ്പാണ്. അപ്പോൾ ആ ഫസ്റ്റ് ടിപ്പിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വയ്ക്കുക. ഈ പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പഴയ പാത്രങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് മാത്രം മതി കേട്ടോ. ചതഞ്ഞതായതുകൊണ്ട് നല്ല അതിൻ്റെ ഗുണം നന്നായിട്ട് അതിനകത്തുണ്ടാവും. അതുകൊണ്ട് കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഒന്നെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളമായാലും മതി. നിർബന്ധമൊന്നുമില്ല ഏത് ടൈപ്പ് വെള്ളം വേണമെന്നത്. അപ്പോൾ കടുകിൻ്റെ വെള്ളത്തിൻ്റെ അകത്തോട്ട് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനം വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി ഒരു സ്പൂൺ ഒരടപ്പം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളകി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടി മതി കേട്ടോ, ഒത്തിരിയൊന്നും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇതിനകത്തോട്ട് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എവിടെയാണോ കൂടുതലായിട്ട് പല്ലിശല്യം കാണുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ ഒരു പാത്രം എടുക്കുക. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ഓരോരോ ഐറ്റംസായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പട്ടയാണ്. അപ്പോൾ കറുവാപ്പട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കറുവാപ്പട്ട നമുക്ക് ചെയ്യേണ്ടത് ഒരു ഇടികല്ലിലേക്ക് നമുക്ക് ഈ കറുവാപ്പട്ടയുടെ 2 പീസ് കുറച്ച് മതി കേട്ടോ, 2-3 കഷ്ണമായിട്ട് ഒടിച്ചിടുക. ഒരു 2 പട്ടയോ അല്ലെങ്കിൽ വലിയ പട്ടയാണ്, ഒരു പട്ടയുടെ കുറച്ച് ഭാഗം മാത്രം മതി. ജസ്റ്റ് അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് വെള്ളത്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. പട്ടയുടെ സ്മെല്ല് നല്ലപോലെ ആ വെള്ളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾക്ക് തിളച്ച വെള്ളം വേണമെങ്കിൽ തിളച്ച വെള്ളം എടുക്കാം. ഞാനിപ്പോൾ പച്ചവെള്ളം മാത്രം എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം. കാരണം ഈ പട്ടയുടെ ആ സ്മെല്ല് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പട്ട നന്നായിട്ട് ഒടിച്ചിട്ട് ഇത്ര നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം ഒന്ന് കല്ലിൽ അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളിത് മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെച്ചിട്ടുള്ള ടിപ്സാണ് കേട്ടോ. ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളൊക്കെ ചത്തുപോകും കേട്ടോ. അപ്പോൾ അതേ ഇഞ്ചി എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇത്രയും മതി കേട്ടോ. ഇത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നല്ല നീരുള്ള ഇഞ്ചിയാണ് കേട്ടോ, അതാണ് അടിപൊളിയാണ്. ഉണക്ക ഇഞ്ചി എടുക്കരുത്, ഈ ചുക്ക് പോലെ ആയി വരുന്നതൊന്നും എടുക്കരുത്. അപ്പോൾ ഈ ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾ എടുത്ത് വയ്ക്കുമ്പോൾ അത് ഈ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് അത് മാറ്റുക കേട്ടോ. നന്നായിട്ട് ഭയങ്കരമായിട്ട് ചതഞ്ഞ് പോകണ്ട, ആ കഷ്ണം പോലെ ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ഐറ്റംസായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് അടുത്തത് നമ്മുടെ കടുകാണ് കേട്ടോ. കുറച്ച് മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ, കുറച്ച് മാത്രം മതി. ഇട്ടിട്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് പല്ലിയുടെ ശല്യം ഉള്ളത് ആ ഭാഗത്തൊരു പാത്രത്തിൽ, അത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം പാത്രത്തിൽ എങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ പാത്രമോ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും എടുത്തത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒരു കൂന പോലെ അപ്പുറം അങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റായിട്ട് നമ്മുടെ പല്ലുകൾ വന്ന് കഴിക്കും കേട്ടോ. ആ ഭാഗത്ത് വേറെ വേസ്റ്റുകളൊന്നും വെക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം.
അപ്പോൾ ഈ നാലാമത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് 2 അല്ലി വെളുത്തുള്ളി മതി, ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ 2 കഷ്ണം, ചെറിയ കഷ്ണം എടുത്ത് 2 അല്ലി എടുത്ത് നമുക്ക് ഇടിയലിലേക്ക് ഇടാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട വിധം ഞാൻ കാണിച്ചു തരാം കേട്ടോ. വളരെ യൂസ്ഫുൾ ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ചതച്ച വെളുത്തുള്ളി ഞാൻ ഇപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് അടുത്തടുത്ത ഐറ്റംസുകളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ച വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിൽ വേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കടുക് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ കടുകും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ വെളുത്തുള്ളിയുടെയും കടുകിൻ്റെയൊക്കെ സ്മെല്ല് ആ വെള്ളത്തിലാകുന്നവരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് അരിച്ചിട്ട് മാത്രമേ നമ്മൾ ബോട്ടിലേക്ക് ആക്കി യൂസ് ചെയ്യാവുള്ളേ. അപ്പോൾ ഇത് കൊണ്ട് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ, വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോയാൽ, അപ്പോൾ അവസാനത്തെ ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ടിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പഴയ പാത്രങ്ങൾ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ടിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേസ്റ്റോ കാര്യങ്ങളൊന്നും റൂമിലോ കിച്ചണിലോ ഒന്നും ഇടരുതും കേട്ടോ. അപ്പോൾ ആദ്യം പല്ലി അത് കഴിച്ചിട്ട് പോകും. നമ്മൾ പല്ലികൾ വരുമ്പോഴേ ഇത് കഴിക്കാൻ വേണ്ടി തന്നെയുള്ള രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന കടുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാത്രം മതി കേട്ടോ. അതാണ് ആ ബാലൻസ് ഉള്ളത് വെച്ച് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരല്പം മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മളിത് ഈ സ്പൂണിലേക്ക് എടുത്തിട്ടുണ്ട്. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. ഒരല്പം മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇല്ല നിങ്ങളുടെ കയ്യിൽ ഇനി കടുകെണ്ണ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കടുകെണ്ണ എടുത്താലും മാത്രം മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കടുക് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണേൽ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്നറിയില്ല, അത് പിന്നെ വീടിൻ്റെ പരിസരത്തേ കാണാറില്ല. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. നമുക്ക് പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ പല്ലിയുടെ ടിപ്സ് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികളോ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ, ഇതൊക്കെ എടുക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ കൺവെട്ടത്തൊന്നും വയ്ക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ദൂരോട്ട് മാറ്റി വേണം വയ്ക്കാൻ. പിള്ളേർ കാണരുത്, അല്ലെങ്കിൽ ഹൈറ്റിലൊക്കെ വയ്ക്കാവുള്ളൂ, താഴെയൊന്നും വയ്ക്കരുത്. പിള്ളേർ ചിലപ്പോൾ എടുത്ത് കഴിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിനകത്ത് കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണെങ്കിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലും മഞ്ഞൾപ്പൊടിയും കടുകും കൂടി നല്ല രീതി മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണേ. അപ്പോൾ ടിപ്സ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പല്ലുകളുടെ തന്നെയുള്ള കേട്ടോ നമ്മൾ കുറേ ടിപ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും പോയി എല്ലാവരും കാണണേ. ടാറ്റ, ബൈ ബൈ.